ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. സോ പ്രോപ്പർ ഇൻട്രോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇതിലിപ്പോൾ എന്തോ ഫില്ലിങ്സ് ഉള്ളൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ആലു പറാത്ത, ദഹിയാണ്, പോഹ ഉണ്ടായിരുന്നു. അമ്മയും സെയിം സാധനങ്ങളുടെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും സ്പ്രൗട്ട്സും നട്ട്സല്ല സ്പ്രൗട്ട്സും മറ്റേ ഇതെന്താ പപ്പായല്ലേ, പപ്പായയും പൂരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സിമിലറായിട്ട് കോൺഫ്ലേക്സ്, ഞാൻ വാട്ടർമെലൺ അമ്മ സ്ട്രോബെറി ഷേക്കും ആണ് എടുത്തിരിക്കുന്നത്. അത് പാൽ വെച്ചിട്ട് മിക്സ് ചെയ്തേക്കണം. സ്ട്രോബെറി വെറുതെ അരച്ച് ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞത് കഴിക്കുമ്പോൾ ഏത് പരിഭാവം എന്നുള്ളത് പറയാൻ പറ്റില്ല. ആദ്യം നമുക്ക് ബ്രെഡിൽ ട്രൈ ചെയ്യാം. ഫ്രണ്ട്സ്, ചിക്കൻ സാൻഡ്വിച്ചൊക്കെ എനിക്ക് ഇറങ്ങുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അമ്മക്ക് ചിലപ്പോൾ ഇതൊക്കെ ഇറങ്ങും കണ്ട, അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് കാറിൽ കയറിയിട്ട് ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. സോ ഗൈസ്, എല്ലായ്പ്പോഴും ട്രൈബൽ ചേട്ടനാണ് നേരത്തെ വരാറ്. ഞങ്ങൾ നേരത്തെ ചേട്ടൻ എത്തിയിട്ടില്ല. ചേട്ടൻ എത്തണം വരെ. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇത് സ്പെഷ്യലായിട്ട് കാണിക്കണം, ബിക്കോസ് മാച്ചിങ് ഇത് ആക്ച്വലി സെപ്പറേറ്റ് ആണിത്, പക്ഷെ കണ്ടിട്ട് ഒരേ പോലെ എടുത്തത്. ഇത് അമ്മയ്ക്ക് വേണ്ടി എടുത്ത ടോപ്പാണ്. ഇത് എനിക്ക് വേണ്ടി എടുത്ത പാവാടിയാണ്. എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് എടുത്തിട്ടാലോ ഇതോട് ഞങ്ങൾ വിചാരിച്ചത്. ഇതെൻ്റെ ഓൾറെഡി ഞാൻ ഓഫീസിലൊക്കെ ഇടാറുള്ള ടോപ്പാണ്. ഇതിന് ചെയ്യുന്നൊരു ടോപ്പ് ഞാൻ കുറേ തപ്പി. ഇത് ബ്രൗണൊക്കെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളതോ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അമ്മ ചെപ്പായിട്ട് ഇന്നത്തെ ബോട്ട് മൊത്തം അമ്മയ്ക്കായിരിക്കും കുട്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇനി ചേട്ടൻ വന്നെ വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ കാണാം. ഉദയപൂറാണ് ഇന്ന് ഫുഡ് കാണാൻ പോകുന്നത്. അപ്പോൾ മിക്ക സ്ഥലങ്ങളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടേക്കുന്ന സ്ഥലങ്ങളാണ്. ഓൺ ദ വേ എനിക്കത് കണ്ടാൽ മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ പറയാം, ഈ സീൻ ചെയ്തത്, ഈ സീൻ ചെയ്തതാണ്. മനസ്സിലായില്ലെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സോ ഗൈസ്, കാറി കയറി. അപ്പോൾ ഉദയ്പൂരാണ്. ഉദയ്പൂരിൽ ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് സിറ്റി പാലസ് ഉണ്ട്, പിന്നെ ലേക്ക് പിച്ചോല ലേക്ക് ഉണ്ട്, പിന്നെ ജഗ്മന്ദിർ ഉണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്. പിന്നെ ഒരു 2 സ്ഥലങ്ങളുണ്ട് അതിൻ്റെ അടുത്തല്ല, പക്ഷെ എന്നാലും വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത. ഒരെണ്ണം ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാക്കേജിലുള്ളത്. അപ്പോൾ ഇന്ന് ആക്ച്വലി വലിയ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. തിരക്കുണ്ടാവും, ബിക്കോസ് ഒന്ന് സൺഡേ ആണ് ഇന്ന്, പ്ലസ് ഹോളിഡേയ്സ് ആണ്, പ്ലസ് ന്യൂ ഇയറിന് മുമ്പുള്ള സൺഡേ ആണ്. സോ ഒബ്വിയസ്ലി ഭയങ്കര തിരക്കുണ്ടാകും എന്ന് വിശ്വസിക്കാം. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ തിരക്കൊക്കെ കൂടുതലുണ്ടാകുന്നത് ക്യൂ ഒക്കെ ഉള്ള സ്ഥലത്താണ്. പിന്നെ മറ്റേ ലേക്കിൽ ബോട്ടിന് പോകണമെന്നുണ്ട്. അതിന് എന്താവും അവസ്ഥ എന്നറിയത്തില്ല. നല്ല ഇവിടെയൊക്കെ റേറ്റ്സ് ഒക്കെ സീസണൽ റേറ്റ്സ് ആണ്. അത് നിങ്ങൾ എപ്പോഴും അറിയേണ്ട കാര്യമാണ്. ഇവിടെയൊക്കെ സീസണൽ റേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല സീസണാണ്. അപ്പോൾ ഉറപ്പായിട്ട് നല്ല ഹൈ റേറ്റ്സ് ആയിരിക്കും എല്ലായിടത്തും. ഓഫ് സീസൺ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സീസൺ വന്നത് രാജസ്ഥാനിൽ ചൂടുള്ള സമയമായിരിക്കും ഓഫ് സീസൺ. ലൈക്ക് ദാറ്റ്സ് മാർച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചൂടുള്ള സീസൺ വന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ റേറ്റ് ഒക്കെ കമ്മിയായിരിക്കും, പക്ഷെ നല്ല ചൂടായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ ഒരു സമയം, ഇപ്പോൾ സമയം ആക്ച്വലി 9:30 വെയിൽ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുണ്ട്. വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പുണ്ട്. കാറ്റല്ല, തണുപ്പാണ്. അപ്പോൾ ഞാൻ എന്താ സ്വെറ്ററൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എപ്പോൾ ആണ് തണുക്കണേന്ന് മനസ്സിലാവില്ല. ഈ ലുക്കിന് ഡാമേജ് വരാതിരിക്കാനാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വെറ്റർ ഒന്നും ഇടാത്തത്. ബട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ടെക്നിക്കലി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് കറങ്ങാൻ പോണ ഡേ ആണ്. നാളെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. തിരിച്ച് വരിക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഇന്ന്. അടിച്ചു കളിക്കാൻ പോവാണ്. അതും ഉദയ്പൂരാണ്. എൻ്റെ ജയ്പൂർ ഉദയ്പൂർ ഇതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത് ഉദയ്പൂർ കാണാനാണ്. ദ ഓൺലി റീസൺ ഇസ് ബിക്കോസ് യേ ജവാനി ഹേ ദീവാനി. ഐ ആം ഹ്യൂജ് ഫാൻ ഓഫ് ദാറ്റ് ഫിലിം. ആ ഫിലിം കംഫർട്ട് സോൺ ആയിട്ട് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ദാറ്റ് ആ ഫിലിം ഒരു വെഡിങ് പാർട്ടൊക്കെ ഷൂട്ട് ചെയ്തത് ഉദയ്പൂരാണ്. അതിൻ്റെ ചില ലൊക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫിലിം റിലേറ്റഡ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് കുറേ നാളായിട്ട് ഞാൻ ആ സിനിമ കാണാത്തത് കൊണ്ട് ഐ എം നോട്ട് ഷുവർ. ബട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് എന്താകുമെന്നനുസരിച്ചിട്ട് ഞാൻ ഫിലിം റിലേറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ അവിടെയും ഇവിടെയും എന്നുള്ള ലെവലിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് എന്നെ സഹകരിച്ച. അപ്പോൾ ഇനി ഓൺ ദ വേ കാണാം. ഭയ്യ ഹായ് ബോലോ.
ഭയ്യയോട് എന്നെ കുറിച്ചുള്ള റിവ്യൂസ് നമുക്ക് നാളെ ചോദിക്കാം, ഇന്ന് ചോദിക്കണ്ട. ഇന്നും കൂടി കഴിഞ്ഞിട്ട് നാളെ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ചോദിക്കാം. ബാക്കിൽ അമ്മ ഉണ്ടേട്ടാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് എന്താ. സോ ഗായ്സ്, ഞങ്ങളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങളോട് നടക്കാൻ പറഞ്ഞു. ആസ് യൂഷ്വൽ ഇവിടെ നല്ല തിരക്കാണ്, അപ്പോൾ ടൈം കളയണ്ട എന്ന് വെച്ചു. സോ ഞങ്ങളിപ്പോൾ സിറ്റി പാലസ്, പിച്ചോള ലേക്ക്, ജഗ്മന്ദിർ, ജഗ്നിവാസ്, കന്നിമാത ടെമ്പിൾ, ഇത് ഇത്രയും 5 സ്ഥലങ്ങളും ഒരു സ്ഥലത്ത് തന്നെ, ഒരു വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ്. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ വിളിച്ചാൽ മതി, ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു. 5 മണിക്കൂർ സമയം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് കാണും, നോക്ക് നോക്ക് നോക്ക്. സോ ഗായ്സ്, ഇവിടെ കയറി ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഓരോന്നിനും മൊത്തത്തിലുള്ള എൻട്രി ടിക്കറ്റ് 50 റുപ്പീസ്. അതല്ലാണ്ട് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ സെപ്പറേറ്റ് ആണ് ചാർജസ്. ഞങ്ങൾ സിറ്റി പാലസിൻ്റെ കാശ് മാത്രം ഞങ്ങൾ എടുത്തു. ബാക്കിയെല്ലാം പോകെ വേറെയും ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ ടെക്നിക്ക് ഇതൊന്നും പിടിയിട്ടൊന്നുമില്ല. അവിടെ ഒരു 100,000 ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടേക്കുള്ള എൻട്രി ഇവിടേക്കുള്ള എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ആകെ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് സിറ്റി പാലസ് മാത്രം കയറേണ്ട സ്ഥലമായതുകൊണ്ട് അവിടത്തെ എടുത്തു. പിന്നെ ഒരു ജഗ്മന്ദിർ ഉണ്ട്, അത് നമുക്ക് പോകെ നോക്കാം. ഇനിയിപ്പോൾ അവിടെ അടുത്തെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ സിറ്റി പാലസും ലേക്ക് പാലസും കണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കാണിച്ചു തരാം. So guys, this is the city palace. If you have seen യജവാനി അതിൽ ഇത് നന്നായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളിനി ഉള്ളിൽ കയറാൻ പോവാണ്. മ്യൂസിയം എൻട്രൻസിൻ്റെ ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഉള്ളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, എൻട്രി ടിക്കറ്റ് മാത്രമാണെങ്കിൽ ഫ്രണ്ട് വ്യൂ വരെ കാണാൻ പറ്റും. മ്യൂസിയത്തിന് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ മ്യൂസിയം ടിക്കറ്റ് വേറെ പർച്ചേസ് ചെയ്യണം. സോ കുറച്ച് ഇൻഫർമേഷൻസ് തരാം. വൺ ഓഫ് ദ തിങ് ഇസ് ഉദയ്പൂർ ഇസ് ഓൾസോ നോൺ ആസ് മേവാർ കിങ്ഡം. ഉദയ്പൂർ, ചിറ്റോർഗറൊക്കെ മേവാർ കിങ്ഡം, ജോധ്പൂർ, ജയ്സൽമർ, ബിക്കനറൊക്കെ മാർവാഡ് കിങ്ഡോമാണ്. അല്ലേ, മാർവാഡ് എന്നല്ല പറഞ്ഞു, മാർവാഡ് കിങ്ഡോമാണ്. ഇത് രണ്ട് കിങ്ഡമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒക്കെ മേവാറിൻ്റെ ഇതൊക്കെയാണ്. മേവാർ രാജകുടുംബത്തിൻ്റെ ആയിരുന്നു ഈ സിറ്റി പാലസ് ഒക്കെ.
കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു പാലസ് ഫ്രണ്ടിൽ. വി ആർ ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ആ കോമ്പൗണ്ടിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കുക, എല്ലാം മുക്കും മൂലയും എക്സ്പ്ലോർ ചെയ്യുകയാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഇവിടെയൊക്കെ മറ്റേ ഡ്രസ്സസൊക്കെ വാങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടിപ്പ് ഓഫ് അഡ്വൈസ് വാങ്ങരുത്, ഭയങ്കര റേറ്റ് ആയിരിക്കും. എസ്പെഷ്യലി ഈ ഫോർട്സിൻ്റെ എന്തെങ്കിലും കാണണ സ്ഥലത്തിൻ്റെ അവിടുത്തെ ഉള്ള എന്ത് സാധനത്തിനും ചെറിയൊരു കമ്മലിനാണെങ്കിലും ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇറ്റ്സ് ബെറ്റർ സെയിം സാധനം ലോക്കൽ കടയിൽ നിന്ന് കിട്ടും, സെയിം ക്വാളിറ്റിയോടുകൂടി വിത്ത് എ ഡിഫറെൻറ്റ് പ്രൈസ് ബാർഗെയിനും ചെയ്യാം. ടിപ്പ് ഓഫ് അഡ്വൈസ് ആയിട്ട് എടുത്തോട്ടെ. ഈ ജയ്പൂർ സിറ്റി പാലസ് വെച്ച് നോക്കുമ്പോൾ ഉദയ്പൂർ പാലസ് ഇസ് സോ മാസീവ്. അവിടെ ഇങ്ങനെ ഓരോരോ കോമ്പൗണ്ട് ഓരോരോ ഏരിയാസായിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഒറ്റ വലിയ പ്രോപ്പർ പാലസ് എന്ന് പറയണത് ഇവിടെ എനിക്ക് തോന്നിയത്. ആൻഡ് ഇറ്റ്സ് ബിഗ്. അതന്നേ പറഞ്ഞായിരുന്നു, ഉദയ്പൂർ പാലസ് ഇസ് മോർ ബിഗർ ദാൻ ജയ്പൂർ പാലസ്. ആൻഡ് കുറച്ചും കൂടി മോഡേണിറ്റി കൂടുതലുള്ളതും ഉദയ്പൂർ പാലസിന് മാത്രമല്ല, ഉദയ്പൂർ സ്ഥലത്തിന്, ജയ്പൂർ സ്ഥലം ഉദയ്പൂർ സ്ഥലം വെച്ച് നോക്കുമ്പോൾ ജയ്പൂർ കുറേ കൂടി ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്ത്, ഈവൺ ദ സ്മോളസ്റ്റ് ബിൽഡിങ്സ്, സാധാ ബിൽഡിങ്സ് ആണെങ്കിലും അവർ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആണ് അവരത് അങ്ങനെയാണ് കൊണ്ടുനടക്കണം. ഇപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ചില ഭാഗങ്ങളിലെല്ലാം പഴയ ബിൽഡിങ്സ് ഒക്കെ ഇപ്പോഴും കാണുന്നില്ലേ, അവർക്ക് മോഡിഫൈ ചെയ്യാൻ കാശില്ലാഞ്ഞിട്ടല്ല, അവർ പഴമ നിലനിർത്തിയിരിക്കുന്നതാണ്. സോ ഇത് അവിടെ ജയ്പൂർ തന്നെ. പക്ഷേ ഉദയ്പൂർ ഇസ് മോർ മോഡേൺ. ഇപ്പോൾ ബിൽഡിങ്സ് ഇപ്പോൾ ഓൺ ദ വേ സ്ട്രീറ്റ്സിലുള്ളതാണെങ്കിലും അങ്ങനെ പഴയ ബിൽഡിങ്സ് ഒന്നുമല്ല, എല്ലാം നല്ല സ്റ്റാൻഡേർഡ് വലിയ ബിൽഡിങ്സ്. ഈവൻ ബ്രാൻഡഡ് ഷോപ്സ്, ഈ റെയർ റാബിറ്റിൻ്റെ, റെഡ് ടേപ്പിൻ്റെ, വെസ്റ്റ് സൈഡിൻ്റെയൊക്കെ ഷോപ്സൊക്കെയാണ്. മറ്റേ വലിയ ഷോപ്സ്, വലിയ വെസ്റ്റ് സൈഡൊക്കെ 3 നിലയോടെ ഉള്ള ഷോപ്പൊക്കെ ഞാൻ കണ്ടത്. ബട്ട് ജയ്പൂരിലൊന്നും ഞാൻ അത്ര കണ്ടില്ല. ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഉണ്ട്, ബട്ട് വളരെ കുറവാണ്. ആ ഒരു മോഡേണിറ്റി ഡിഫറൻസ് രണ്ട് സ്ഥലത്തും നന്നായിട്ടത് നമുക്ക് ഫീൽ ചെയ്യും, രണ്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക്. അണ്ണാന് ഫുഡ് കൊടുത്ത മദർ ഇന്ത്യ. സോ ഗൈസ്, പിച്ചോല ലേക്കിൻ്റെ അവിടെയാണ് ഞങ്ങൾ. The problem is നല്ല ക്യൂവാ. ബോട്ട് റൈഡിന് നല്ല ക്യൂവാ. ബോട്ട് റൈഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്, ബട്ട് 4 hours ക്യൂവിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ക്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ അവിടെയൊക്കെ ക്യൂ ആണ്. ആ ക്യൂ ഇങ്ങനെ വന്ന് ഇതൊക്കെ ഈ ക്യൂവിൻ്റെ ഭാഗമാണ്. ഇപ്പം മാത്രമേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് സീസൺ ആയതുകൊണ്ട് മിക്കവാറും നല്ല തിരക്കായിരിക്കും. ആൻഡ് വേറൊരു ലേക്കും ഉണ്ട്, അത് ഗവൺമെൻറ് സർവീസാണ്, അവിടെ തിരക്ക് കുറവായിരിക്കും. ബോട്ട് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ട് റൈഡ് നമുക്ക് കൊച്ചിക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നറിയാലേ. പക്ഷേ ഇത് പിച്ചോല ലേക്കിൻ്റെ ബോട്ട് റൈഡ് എന്ന് പറയുമ്പോൾ അത് നല്ല മൂവിയുടെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. ബട്ട് നടക്കുമെന്ന് തോന്നുന്നില്ലാത്ത സ്ഥിതിക്ക് അടുത്ത പ്ലേസ് പോകായിരിക്കും നല്ലത്. മിസ് ചെയ്യും, ചല പോട്ടെ. എല്ലാം നടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളെ മണ്ടന്മാരായിരിക്കുമല്ലോ അല്ലേ. വാ വേണ്ടല്ലോ. സോ ഗൈസ്, പിച്ചോല ലേക്കിൽ ബോട്ട് റൈഡ് നടന്നില്ലെങ്കിൽ നമുക്ക് ഫത്തേസാഗർ ലേക്കിൽ ബോട്ട് റൈഡ് ആക്കാം. ബോട്ട് റൈഡ് വരെ. അപ്പോൾ ഉദയ്പൂരിൽ ഏതായാലും ബോട്ട് റൈഡ് ചെയ്തില്ലാന്ന് വേണ്ട, ബോട്ട് റൈഡ് ചെയ്തു. ഞാൻ കറുത്തു കിട്ടുന്നത് നോക്കി, നല്ല വെയിലും ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ക്ലിയർ ആവില്ല, അതുകൊണ്ടാട്ടാ.
shadows creep, whispers of the city's secrets they keep. Underneath the street lamp steady burn, life's a game of dice, waiting your turn. City lights shine, but they never show the truths we hide, the things we don't know. Concrete jungle beats in the air, dreams take flight, but beware, beware. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബോട്ട് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ മഹാറാണ പ്രതാപ് സിംഗിൻ്റെ സ്മാരകം ഉള്ള ഒരു ഏരിയ ആണിത്. ഇത് പാർക്കും പോരത്തിന് ചെറിയ മ്യൂസിയം പോലത്തെ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ നടക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്, സ്റ്റെപ്പാണ്, വയ്യ, ആരോഗ്യമില്ല നടക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളിത് ഇങ്ങനത്തെ സാധനം, ഇൻഫോ പാർക്കിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ സാധനം എന്താണ്. ഇതുപോലത്തെ സാധനം അവിടെയും ഉണ്ട്. ഗോൾഡർ പോലത്തെ സെറ്റപ്പാണിത് സാധനം. പക്ഷെ എനിക്ക് എപ്പോഴും ഇൻഫോ പാർക്കിൽ, അമ്മയ്ക്ക് അറിയാമല്ലോ, ഇൻഫോ പാർക്കിൽ ഈ സെയിം സംഭവം ഉണ്ട്. ഈ സെയിം അല്ല, ഇച്ചിരി കൂടി വലുതാണത്. ഈ ബാക്ക് സീറ്റിൽ ബാക്ക് ഫേസിംഗ് ആയിട്ട് പുറത്തേക്ക് ഫേസിങ് ചെയ്തിട്ട് എനിക്ക് ഇരിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടാറില്ല. എൻ്റെ അറിവിൽ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ ഇരുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ഫൈനലി അങ്ങനെ ഒരു അവസരം കിട്ടിയ സ്ഥിതിക്ക് മാക്സിമം അങ്ങോട്ട് മുതലാക്കാൻ പോവാണ്. പിടിച്ചിരുന്നോ ആരേ എന്നെ? അയ്യോ സോ ഗായ്സ്, ഞങ്ങൾ മുകളിലെത്തി. ഇനി കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എന്താണെങ്കിലും നമ്മൾ തന്നെ കയറണം, ഗോൾഫ് കാർ കയറില്ല. അപ്പോൾ കയറുവാണ്. ശബ്ദമൊക്കെ പോയി. സോ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുറച്ച് മന്ദിർ കാണാൻ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒരു നമ്പർ ഓഫ് മന്ദിർസ് പറഞ്ഞായിരുന്നു, ടെമ്പിൾസ് കാണാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ പക്ഷെ എല്ലാത്തിലൊന്നും പോയില്ല. ജഗദീഷ് ടെമ്പിളിൽ മാത്രമേ പോയുള്ളൂ. ടെമ്പിള് നാട്ടിലുണ്ട്, നാട്ടിലും അമ്പലം, ഇവിടെ വന്നാലും അമ്പലം, എനിക്കൊന്നും വയ്യ. അപ്പോൾ ജഗദീഷ് ടെമ്പിളിൽ മാത്രമേ പോയുള്ളൂ ഞങ്ങൾ. ബാക്കിയുള്ള ടെമ്പിൾസ് ഒന്നും ഞങ്ങൾ പോയില്ല, എല്ലാം പുറത്തുനിന്ന് കണ്ടു. അപ്പോൾ ഒബ്വിയസ്ലി അമ്പലത്തിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്തെ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങളവിടെ സ്ട്രീറ്റ് മൊത്തം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 4:10. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. സോ ഗൈസ്, ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാനൊരു കോൾഡ് കോഫിയും അമ്മ ഒരു ലസ്സിയും പിന്നെ പാവ് ഭാജി മേടിച്ചു. അമ്മ പാവ് ഭാജി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ പനീർ പാവ് ഭാജി വാങ്ങിച്ച്. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ മറ്റേ സ്ട്രീറ്റ് ഫുഡ്, പാവ് ഭാജി, വടാപ്പാവ്, എന്തൊക്കെ സാധനങ്ങൾ, പനീർ, മറ്റേ നമ്മുടെ ഫേമസ് സാധനം ഉണ്ടായിരുന്നല്ലോ, പാനിപ്പൂരി, ബേപ്പൂരി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കഴിക്കും കേട്ടോ, എല്ലാം കഴിക്കും. എന്നിട്ട് ഒരൊറ്റ ഡയലോഗ്, കുഴപ്പമില്ല. മമ്മി, പാക്കേജിലില്ലാത്തൊരു സ്ഥലം കൂടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. കുംഭൽഗർ ഫോർട്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇനി കൂടുതലൊന്നും ചോദിക്കരുത്. സോ ഡോക്ടർ ലക്ഷ്യരാജ് സിംഗ് മേവാർ ആണ് ഇപ്പോൾ കറൻ്റ്ലി 77th കസ്റ്റോഡിയൻ ഓഫ് ദ റോയൽ ഫാമിലി. പുള്ളിക്കാരൻ്റെ അച്ഛൻ ആണ് അപ്പുറത്തുള്ളത്. അരവിന്ദ് സിംഗ് മരിച്ചു
കിങ് ആയിരുന്നു. പുള്ളിക്കാരൻ മരിച്ചു. പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് മാർച്ച് 2025 മരിച്ചത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഡോക്ടർ ലക്ഷ്യരാജാണ് റോയൽ ഫാമിലിയുടെ മെയിൻ ആൾ. ഇപ്പോൾ ഭരണമൊന്നുമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരൻ കസ്റ്റോഡിയനാണ്. ഭരണം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരനായിരിക്കും എൻ്റെ ഇവിടുത്തെ രാജാവ്. സോ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നിട്ടാണ് ഫുള്ള് ഈ ഒരു ഭാഗത്തിൻ്റെ ഫോട്ടോ എടുത്തത്. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. ഇപ്പോൾ ഈ വ്യൂ ആണ് ഇപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ നേരം ഈ ഇത്രയും ഉള്ളതിൻ്റെ വ്യൂ ആണ് വരുന്നത്. പക്ഷേ ദ ഫോട്ടോ ഇസ് ദിസ് മച്ച്. ഗൈസ്, ഫുഡ് കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. അപ്പോൾ തിരിച്ചും ഞങ്ങൾ അതേ ഇരിക്കണ വശത്ത് തന്നെയാണ് ഇരിക്കുന്നത് ബാക്കിൽ. പക്ഷേ ഇത്തവണ ഗ്രാവിറ്റി ഫ്രണ്ടിലേക്ക് പുള്ളിയണതുകൊണ്ട് വീടില്ല ഞാൻ. പക്ഷെ മുടിയാണ് ഒരു പ്രശ്നം, ഫോണും. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. എൻ്റെ ഫോണിനെ ഞാൻ രക്ഷിക്കണം. ഞാൻ വീണാലും എൻ്റെ ഫോൺ വീഴരുത്. സോ ഗൈസ്, കൈൻഡ് ഓഫ് ലാസ്റ്റ് സ്പോട്ടാണ്. ബിക്കോസ് ഒരു സ്പോട്ടും കൂടി ഉണ്ട്, അത് സമയമുണ്ടെങ്കിൽ മാത്രം എന്നുള്ള ലെവലിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് സ്പോട്ട്. സഹലിയോം കി ബാഡി അതാണ്. അതായത് ഗാർഡൻ ആണ് ഇത്. മെയ്ഡൻസിൻ്റെ ഗാർഡൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. സോ സഹലിയോം കി ബാരി എന്നാണ് ഇംഗ്ലീഷിൽ, ബാഡി എന്നാന്ന് തോന്നുന്നു ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. അല്ലേ അമ്മ, അത് ബാഡി എന്നല്ലേ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ബാരി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. റോയൽ ലേഡീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ കഴിഞ്ഞു. അപ്പോൾ പ്രതീക്ഷയിലും നേരത്തെയാണ്. അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. ബിക്കോസ് അധികമൊന്നുമില്ല ഇവിടെ. കുറേ ഗാർഡനും ഫൗണ്ടനും പൂക്കള് മരങ്ങള് അങ്ങനെയുള്ള. വെള്ളം മൊത്തം എല്ലായിടത്തും നല്ല രീതിയിൽ വെള്ളം വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിമാറിയായിരുന്നു പോകേണ്ടിരുന്നത്. സ്ലിപ്പറിയുമാണ്. പ്ലസ് നൈറ്റ് ആയതുകൊണ്ട് ഫോട്ടോസിനൊന്നും ക്ലാരിറ്റി ഇല്ല. കാണാനും ലൈറ്റ്സ് ഒക്കെ ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അത് ഫോട്ടോസിൽ കിട്ടത്തില്ല അത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇനി മറ്റേ വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് ബയ്യോട് ചോദിച്ചു നോക്കണം പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എന്നിട്ട് അന്നേരം ബാക്കി പറയാം ഞാൻ. ഇല്ല പറ്റത്തില്ല എന്നാണെങ്കിൽ ഞങ്ങൾ നേരെ റൂമിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് ദാറ്റ് വുഡ് ബി ദി എൻഡ് ഓഫ് ദ ട്രിപ്പ്. ഏതായാലും നോക്കാം നമുക്ക് എന്താന്ന്. സോ ഗൈസ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പരിപാടിയും കൂടി ഉണ്ട്, ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, നടന്നില്ല. അത് കാട്ട്പുട്ലിയാണ്. അതായത് പപ്പറ്റ് ഷോ. നമ്മുടെ ഇവിടുത്തെ രാജസ്ഥാന്റെ ട്രഡീഷനാണ് പപ്പറ്റ്സിന്റെ കൊണ്ടുള്ള ഡാൻസ് കളിക്കൽ. വീഡിയോയിലൊക്കെ നേരത്തെ കാണിച്ചേക്കണത്. അത് ഉള്ളൊരു സ്റ്റേജ് ഷോ ഉണ്ട്. അതിങ്ങനെ ഓരോ 1 hour കൂടുമ്പോൾ ഉണ്ടാവാറുണ്ട്. 11 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ലാസ്റ്റ് ഷോ 6:30 ഞങ്ങൾ 6:32 ആയപ്പോഴും എത്തിയത്. നേരത്തെ എത്തിയെങ്കിലും കാര്യം ഉണ്ടാവില്ലായിരുന്നു, കാരണം ഹൗസ്ഫുൾ ആയിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും ഓൾറെഡി ഒരു ചെറിയൊരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു. നാളത്തേക്ക് ഷോ ബുക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി കിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇന്നത്തെ തന്നെ തീർന്ന് ഹൗസ്ഫുള്ളായി, ഇനിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി വേറെ ഏത് സ്ഥലത്ത് പോയാലും 7 മണി ആകുമ്പോഴേക്കും അവിടെയൊക്കെ ടിക്കറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യും. ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല പാർക്ക് ഗാർഡനൊക്കെ ആയിരിക്കണം. വയ്യ, കുറേ നടന്ന് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. പ്ലസ് കുറേ നടന്നു. ഇന്ന് ഫോർട്സ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും കാലൊക്കെ പൊട്ടി, മറ്റേ ചെരുപ്പൊക്കെ കാരണം കൊണ്ട് പൊട്ടിയിട്ട് ബാൻഡേജ് ഒക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ബി എ വൈൻഡ് അപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പ് ഇവിടെ അവസാനിച്ച്. നാളെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിലേക്ക്. അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിൽ ഒരു 8:20 നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്. തിരിച്ച് വീട്ടിൽ 10 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് നാളെ ഒന്നുമില്ല. ബേസിക്കലി എയർപോർട്ടിൽ പോവുക, ചെക്ക് ഇൻ ചെയ്യുക, അതൊക്കെ ഉള്ളൂ. അതിന് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്നേ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ. ഈ ട്രാവൽ സീരീസ്, ജയ്പൂർ ഉദയ്പൂർ ട്രാവൽ സീരീസ് ഇസ് ഗോയിങ് ടു അൻ എൻഡ്. ഇറ്റ് വാസ് എ റിയലി മെമ്മറബിൾ ഡേ. അമ്മയുടെ ഫേവറേറ്റ് ഏതായിരുന്നു ഇതില്? ഫേവറേറ്റ് പ്ലേസ് ജഗ സിറ്റി പാലസ്, ഉദയ്പൂർ സിറ്റി പാലസ്. ടെക്നിക്കലി എനിക്കും സിറ്റി പാലസ് തന്നെയാണ് ഫേവറേറ്റ്. ജയ്പൂർ ആണെങ്കിൽ അമേർ ഫോർട്ട് ആണ്, ഇവിടെയാണെങ്കിൽ സിറ്റി പാലസ് ആണ്. രണ്ടും സോ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി പാലസ് സോ ഗുഡ്. ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ. അതെ,
ഇതൊക്കെ ഒരിക്കലെങ്കിലും ഒരു വൺ ടൈം വാച്ചെങ്കിലും ആയിട്ട് ഇങ്ങനെ എപ്പോഴും കാണുന്നത് വളരെ നല്ലതായിരിക്കും ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമായിരിക്കും ഫോർട്സും ഇതൊക്കെ കാണല്. എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട്, ഹിസ്റ്ററിയൊക്കെ അറിയാൻ ഇഷ്ടമാണ്, വായിച്ച മനസ്സിലായാൽ മാത്രം എനിക്ക് ഇഷ്ടമാണ്. ക്ഷമ ഒട്ടുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ചിലപ്പോൾ ക്യൂറിയസ് ആണെങ്കിൽ ഞാൻ ഏതാണ് സംഭവം എന്നൊക്കെ ഞാൻ ഇരുന്ന് കുത്തിരുന്ന് നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് ഫൈനലി താങ്ക്സ് പറയേണ്ടത് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആണ്. ബഡ്ജറ്റ് ഹോളിഡേയ്സിൽ അലീനയ്ക്കുമാണ് താങ്ക്സ് പറയേണ്ടത്. ഞങ്ങൾ ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഈവൻ ദോ ഞങ്ങൾ ബാലി പോയെങ്കിൽ അത് ചേട്ടനും ചേച്ചിയാണ് അതിന്റെ ഇൻചാർജ് ഒക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് കോൺടാക്ട്സ് ഒന്നുമില്ല. ഞാൻ ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ വെബ്സൈറ്റിൽ നോക്കി അതിൽ എന്താ പറയാ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ അലീന വാസ് ദ വൺ ഹു റീച്ച്ഡ് ഔട്ട് ടു മീ. അപ്പൊ ഞാൻ അലീനയ്ക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങള് ലിറ്ററലി ഫ്രണ്ട്സ് മാതിരിയായിരുന്നു സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ഓണസ്റ്റ്ലി പറഞ്ഞു, ഞാൻ ഓൾറെഡി കുറെ ഞാനും അമ്മയും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിലും കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാനും അമ്മയും മാത്രമായിട്ട് ഇത്ര ദൂരം. അപ്പൊ അതിനനുസരിച്ച് സ്പെഷ്യലും ആവണം, സേഫും ആവണം. അതായത് 2 പെണ്ണുങ്ങൾ ഒരുമ്പിട്ടിറങ്ങി എന്നുള്ള ലെവലിൽ ആരും പറയരുത്. അതുകൊണ്ട് എല്ലാം അലീനയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അലീന ഓക്കെ മാഡം എല്ലാം സെറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു എല്ലാ പുള്ളിക്കാരും സെറ്റ് ചെയ്ത് തന്നു. നമ്മൾക്ക് ജസ്റ്റ് തന്ന ഐറ്റിനറി നോക്കുക, കൺഫേം ചെയ്യുക, പേ ചെയ്യുക, ബാക്കി എല്ലാം കണ്ണടച്ച് നിന്നാൽ മതി, എല്ലാം ചെയ്തു തന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഭവാനി സിംഗ് എന്നാണ് ബയ്യയുടെ പേര്. പുള്ളിക്കാരനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലായിടത്തും തിരക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നല്ല ക്ഷമയുള്ള ഡ്രൈവറാണ്. നമുക്ക് ആ ക്ഷമ ഒട്ടുമില്ല. കേരളത്തിലുള്ള ആർക്കും അത്ര ക്ഷമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ക്ഷമയുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക് വാസ് ടു മച്ച് എന്ന് വെച്ചാൽ ടു മച്ച്. അപ്പോൾ വൈൻഡിങ് അപ്പ് ആണ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഇനി ഡിന്നർ കഴിച്ച് ഉറങ്ങാൻ പോവാ. നാളെ ഇനി ടാറ്റ ബൈ ബൈ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ഞാൻ. Thanks for watching the video. Thanks for watching the video. Thanks for watching the travel series. Yet another travel series, yet another videos ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യാൻ അത്രക്കൊക്കെ അല്ലേ, എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ സെറ്റ് ബൈ.